അപ്പോൾ സർക്കാരിന് UDF സർക്കാരിന് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണം. അവതാരങ്ങളെ സർക്കാർ തിരിച്ചറിയണം എന്നാണ് വീക്ഷണം പറയുന്നത്. അത്തരക്കാരെ തിരിച്ചറിയാനും പ്രതിരോധിക്കാനും കഴിയണമെന്ന ലേഖനത്തിൽ ഉപദേശിക്കുകയും ചെയ്യുന്നു. നിയമനങ്ങളിൽ പാളിച്ചകൾ ഉണ്ടായതോടെയാണ് വീക്ഷണത്തിന്റെ മുഖപ്രസംഗം ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങളുമായി സഹിൻ ആന്റണിയാണ് ചേരുന്നത്. സഹിൻ, നിയമനങ്ങൾ ഉണ്ടായി, അതുകൊണ്ട് നിയമനത്തിന് പിന്നാലെ വിവാദമുണ്ടാകുന്നു, ഉടൻ അവരെ കൊണ്ട് തന്നെ രാജിവെപ്പിക്കുന്നു. അങ്ങനെ ഇപ്പോൾ കുറച്ചായി സർക്കാരിന് വലിയൊരു പ്രതിച്ഛായ നഷ്ടം തന്നെയാണ് ഈ തുടക്കം അത്ര സുഖകരമല്ലാതായിരിക്കുന്നു. അതിൽ അവർക്കിടയിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ കൂടി ഉയരുന്നുണ്ട്. ഇപ്പോൾ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർക്ക് വലിയ അതൃപ്തിയൊക്കെ ഇക്കാര്യത്തിൽ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ വീക്ഷണം നിലവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ലേഖനത്തിൽ പറയുന്നത്, എങ്ങനെയാണ് ഉപദേശിക്കുന്നത് സർക്കാരിനെ? ചില ഓർമ്മപ്പെടുത്തലുകളും ഒപ്പം തന്നെ ഉപദേശവും നൽകുകയാണ് കോൺഗ്രസിന്റെ മുഖപത്രമായിട്ടുള്ള വീക്ഷണം. അതിന്റെ മുഖപ്രസംഗത്തിലാണ് ഇക്കാര്യം ഓർമ്മിപ്പിക്കുന്നത്. അവതാരങ്ങളെ തിരിച്ചറിയാനാണ് പറയുന്നത്. ഇരിപ്പിടവും കിടപ്പിടവും മാറി അവതാരങ്ങൾ സർക്കാരിനെ തേടി വരുമെന്ന് മുഖപ്രസംഗം ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം തന്നെ അത്തരക്കാരെ തിരിച്ചറിയാനും പ്രതിരോധിക്കാനുമുള്ള കഴിയണമെന്ന് ലേഖനത്തിലുണ്ട്. നിയമനങ്ങളിൽ പാളിച്ചകൾ ഉണ്ടായതോടെയാണ് ഈ മുന്നറിയിപ്പുമായുള്ള ഒരു മുഖപ്രസംഗവുമായി വീക്ഷണം രംഗത്ത് വന്നിരിക്കുന്നത്. UDF സർക്കാരിന് ഒരു മുന്നറിയിപ്പാണ് ഈ മുഖപ്രസംഗം എന്ന് തന്നെ പറയാം. മാത്രമല്ല, സർക്കാർ അവതാരങ്ങളെ തിരിച്ചറിയാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ലേഖനത്തിൽ പറയുന്നത് മറ്റൊന്ന്, പിണറായി വിജയനെ രൂക്ഷമായി കുറ്റപ്പെടുത്തുന്നുണ്ട്. തലവനെ തല്ലിയിട്ട് ഭരണം പിടിക്കാനാണ് CPM ശ്രമിക്കുന്നതെന്ന് പറയുന്നു. കൂടാതെ 1 മാസം പ്രായമായ കുഞ്ഞിനെ കാട്ടുമൃഗം ആക്രമിക്കുന്നത് പോലെയാണ് പിണറായി വിജയൻ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതെന്ന് ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. പ്രത്യക്ഷത്തിൽ പിണറായി വിജയനെതിരെയുള്ള ഒരു വലിയ ആരോപണവും പ്രത്യാരോപണവുമൊക്കെ ഈ ലേഖനത്തെ കാണാമെങ്കിലും ഏറ്റവും ഒടുവിൽ പറഞ്ഞു വയ്ക്കുന്നത് സർക്കാരിന് ചില ഓർമ്മപ്പെടുത്തലുകളാണ്, അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പാണ് സർക്കാരിന് നൽകുന്നത്. അതായത് രൂപവും ഭാവവും എല്ലാം മാറി കിടപ്പിടവും എല്ലാം വിട്ട് തങ്ങൾ ഇത്രയും നാൾ കഴിഞ്ഞിരുന്ന സ്ഥലത്ത് നിന്നും മറ്റൊരു ഇടത്തേക്ക് വരും, അത് സർക്കാരിനെ തേടി വരും. ആ അവതാരങ്ങളെ സൂക്ഷിക്കണമെന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഈ ലേഖനത്തിലൂടെ നൽകുന്നത്. ശ്യാമിലി.